ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വേസ്റ്റ് എന്ന് കരുതി നമ്മൾ കളയുന്ന പിസ്ത തുണ്ടുകൾ ഉപയോഗിച്ചാണ് ഈ ഒരു അണ്ടർ വാട്ടർ സീൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം നമുക്ക് വേണ്ടത് കാർഡ്ബോർഡിന്റെ ഒരു പീസാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വെട്ടിയെടുക്കുക. പിന്നെ വേണ്ടത് അക്രിലിക് പെയിന്റ് ആണ്, നീലയും വെള്ളയും. ആദ്യം കുറച്ച് നീല കളർ ലൈറ്റായി ഇതുപോലെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം വെള്ള കളർ ഇതുപോലെ ഇതിന് പുറത്ത് അടിച്ചു കൊടുക്കുക. എന്റെ കയ്യിൽ വെള്ള കളർ കുറവായതുകൊണ്ട് ഞാൻ ബ്രഷ് ഒന്ന് വെള്ളത്തിൽ മുക്കി അഡ്ജസ്റ്റ് ചെയ്താണ് അടിക്കുന്നത്. പിന്നെ ഈ കാർഡ്ബോർഡിന്റെ ഈ വീർപ്പ് ഇവിടെ ആദ്യം മുതൽ തന്നെ ഉള്ളതാണ്. കളർ അടിച്ചപ്പോൾ തെളിഞ്ഞു കാണുന്നതാണ്. ഇത് അടിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ അതറിയില്ല. പിന്നെ നമുക്ക് വേണ്ടത് പിസ്തയുടെ ഷെല്ലാണ്. ഇത് ഇതുപോലെ ഓരോന്നായി എടുത്ത് പശ തേച്ച് ഇതിന്റെ കളർ അടിക്കാത്ത ഭാഗത്ത് മുഴുവൻ ഒട്ടിച്ചെടുക്കണം. പിന്നെ എന്റെ ഈ ചാനലിൽ ക്രാഫ്റ്റ് വർക്ക് മാത്രമല്ല കേട്ടോ, മെഹന്തി ഡിസൈൻ വീഡിയോസ്, കുക്കിംഗ്, സ്റ്റിച്ചിങ്, ഡ്രോയിങ്, ഓയിൽ പേസ്റ്റൽ, പിന്നെ കുട്ടികളുടെയും ഞങ്ങളുടെയും വീഡിയോ, അങ്ങനെ എല്ലാ കണ്ടന്റുകളും ഞങ്ങളുടെ ഈ കൊച്ചു ചാനലിലുണ്ട്. എല്ലാവരും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ചാനൽ തുടങ്ങിയിട്ട് 5 വർഷമായി ഒരു പുരോഗതിയുമില്ല. നിങ്ങളുടെ ഒരു ലൈക്കും ഷെയറും കൊണ്ട് ചിലപ്പോൾ എന്റെ ഈ കഷ്ടപ്പാടിന് ഫലമുണ്ടാകും. അങ്ങനെ എല്ലാ പിസ്ത ഷെല്ലും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറുപ്പ് കളർ അടിച്ചു കൊടുക്കാം. സാവധാനത്തിൽ മുകളിലൂടെയും അതിന്റെ സൈഡുകളിലൂടെയും അടിച്ചു കൊടുക്കുക. അങ്ങനെ കറുപ്പ് കളർ എല്ലായിടത്തും അടിച്ചു. ഇനി ഈ കറുപ്പ് കളറിന്റെ പുറത്ത് കുറച്ച് ചന്ദന കളറോ വെള്ള കളറോ കൊടുക്കാം. കല്ലായിട്ട് തോന്നാൻ വേണ്ടിയാണിത്. ഇനി നമുക്ക് മീനുകളെ ചെയ്തെടുക്കാം. അതിന് ഈ ഷെല്ലുകൾ ഒട്ടിച്ചു വെക്കാം. ഓരോ മീനുകളും എവിടെയൊക്കെ വരണം എന്ന് നോക്കിയിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. അങ്ങനെ എല്ലാ മീനുകളെയും ഒട്ടിച്ചെടുത്തു. ഇനി മീനുകൾക്ക് കളർ കൊടുക്കണം. അതിന് ഓറഞ്ച് കളർ വേണം. എന്റെ അടുത്ത് ഓറഞ്ച് കളർ ഇല്ല, അതുകൊണ്ട് മഞ്ഞ കളറിലേക്ക് കുറച്ച് ചുവപ്പ് കളർ ചേർത്ത് ഓറഞ്ച് കളറാക്കി എടുത്തു. ഇനി സാവധാനം ഓരോ മീനുകൾക്കും നിറം കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒട്ടിക്കുന്നതിന് മുൻപ് തന്നെ കളർ കൊടുത്ത് എടുക്കാവുന്നതാണ്. അങ്ങനെയാകുമ്പോൾ കളർ സൈഡിലൊക്കെ ആകുമെന്ന് പേടിയും വേണ്ട. ഇനി മീനുകൾക്ക് ഒറിജിനാലിറ്റി തോന്നാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ആദ്യം വാല് ഇതുപോലെ സാവധാനത്തിൽ അടിക്കുക. അതിനുശേഷം സൈഡുകളിലുള്ള മുള്ളുകൾ ഇതുപോലെ വരയ്ക്കുക. ഇത് ചെയ്യാൻ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ നേരിയ ബ്രഷാണ്. പിസ്ത ഷെല്ലിന്റെ കൂർത്തിരിക്കുന്ന വശം നമുക്ക് മീനുകളുടെ വാല് വരുന്ന വശമാക്കാം. അങ്ങനെ എല്ലാ മീനുകൾക്കും ഇതുപോലെ സാവധാനത്തിൽ വാലുകളും മുള്ളുകളും ഒക്കെ വരച്ചു കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മീനുകളുടെ പൊസിഷൻ മാറ്റാവുന്നതാണ്. ഇനി വെള്ള കളർ കൊണ്ട് മീനുകൾക്ക് 2 നേരിയ വര ഇതുപോലെ ഇട്ടുകൊടുക്കാം. എല്ലാ മീനുകൾക്കും വര ഇട്ടതിനു ശേഷം കറുപ്പ് കളർ കൊണ്ട് മീനുകൾക്ക് കണ്ണുകൾ ഇട്ടുകൊടുക്കാം. ഇനി നമ്മൾ ആദ്യം വരച്ച വെള്ളവരയുടെ 2 സൈഡുകളിലൂടെയും ഇതുപോലെ കറുപ്പ് നിറം കൊടുക്കാം. പിന്നെ ചുണ്ട് വരച്ചത് വീഡിയോ പിടിക്കാൻ വിട്ടുപോയി. ചെറിയൊരു വര ഇട്ടുകൊടുത്താൽ ചുണ്ടുമായി. അങ്ങനെ നമ്മുടെ മീനുകളെല്ലാം ഇവിടെ റെഡിയായി. ഇനി പച്ച കളർ കൊണ്ട് വെള്ളത്തിൽ കുറച്ച് ചെടികൾ ഇതുപോലെ വരയ്ക്കാം. നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നത് പോലെ കുറച്ച് പുല്ലുകൾ ഇതുപോലെ വരച്ചു വയ്ക്കുക.
എന്നിട്ട് വേണ്ടത് ഇത് തൂക്കിയിടാൻ ഇതുപോലെ ഒരു ചരടാണ് പശ കൊണ്ട് പുറകിൽ ഒട്ടിച്ചു വെക്കുക. അപ്പോൾ നോക്കൂ, നമ്മുടെ സുന്ദരമായ അക്വേറിയം വാൾ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വെറും പിസ്ത ഷെല്ലുകൾ കൊണ്ട് ഇത്രയും ജീവസുറ്റ മീനുകളെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? നിങ്ങളുടെ വീടിന്റെ ചുവരുകൾക്ക് ഇതൊരു പ്രത്യേക ഭംഗി തന്നെ നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ എളുപ്പമല്ലേ ഇത്? എന്റെ ഈ കൊച്ചു ചാനലിനെ നിങ്ങൾ തള്ളിക്കളയില്ല എന്നെനിക്കറിയാം. 5 വർഷത്തെ എന്റെ ഈ കാത്തിരിപ്പും കഷ്ടപ്പാടും ലക്ഷ്യത്തിലെത്താൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം എനിക്ക് വേണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ഒരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.